8 മണിക്ക് മുൻപ് തന്നെ അല്ലെങ്കിൽ 9 മണിക്ക് മുൻപ് തന്നെ 3 പേരും ആലപ്പുഴ എക്സൈസ് ഓഫീസിലെത്തി. 10 മണിയോടുകൂടി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. 8 മണിക്കൂറോളം പിന്നിടുകയാണ് ചോദ്യം ചെയ്യൽ. കാരണം ഈ 3 പേരെയും വെവ്വേറെയാണ് ചോദ്യം ചെയ്യുന്നത്. ഏകദേശം 100ഓളം ചോദ്യങ്ങൾ ഇവരോട് ചോദിച്ച് അതിൻ്റെ ഉപചോദ്യങ്ങൾ എഴുതി, ഒപ്പം തന്നെ അതിൻ്റെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഓരോരുത്തരെയും ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം സമയം നീണ്ടുപോകുന്നത്. ഏതായാലും ഒരു 7 മണിക്ക് മുമ്പെങ്കിലും ഇവർ 3 പേരും പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും ഇവരെ നിലവിൽ കേസിൽ പ്രതി ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. തസ്ലിമയും സുൽത്താനും ഫിറോസുമാണ് കേസിലെ പ്രതികൾ. പക്ഷേ ഈ തസ്ലിമയുമായി നിരന്തരം ഇവർ നടത്തിയ വാട്സാപ്പ് ചാറ്റുകളും ഒപ്പം തന്നെ വാട്സാപ്പ് സംഭാഷണങ്ങളും പണമിടപാടുകളുമൊക്കെ എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഇവരെ 3 പേരെയും വിളിച്ചു വരുത്തിയത്. നാളെയും 2 പേരെ കൂടി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവരിൽ നിന്നൊക്കെ ലഭിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും കേസിൽ കൂടുതൽ ആളുകളെ പ്രതി ചേർക്കണോ അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയ്ക്കൊക്കെ എതിരെ ഏതെല്ലാം വകുപ്പുകളാണ് ചുമത്തേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുക. നിലവിൽ അവരെ കേസിൽ പ്രതി ചേർക്കാൻ പറ്റുന്ന തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ എക്സൈസ് കേസുകൾ, ഡ്രഗ്സ് കേസുകളൊക്കെ ആയതുകൊണ്ട് അതായത് ഈ നിരോധിത ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ ഇവരിൽ നിന്ന് കണ്ടെത്തേണ്ടതൊക്കെ കൂടി വന്നാലേ ഇവർക്ക് ജയിൽ ശിക്ഷയൊക്കെ അനുഭവിക്കുന്ന രീതിയിലൊക്കെയുള്ള വകുപ്പുകൾ ചുമത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. നിലവിൽ ഇവർ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളൊക്കെ ചുമത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. ശരി, രഘുനാഥ് നാരായണാണ് വിവരങ്ങൾ നൽകിയത്.